ചേട്ടാ, നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് പേരുകൾ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ പട്ടിക പുറത്തേക്ക് അല്ലെങ്കിൽ വരുന്നൊരു സാഹചര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും കോൺഗ്രസിന്റെ അകത്ത് ഒരുപാട് തമ്മിലടികളുണ്ട്, ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും പക്ഷെ 40 സീറ്റിൽ ഒറ്റ പേര്. എന്താണിത്? ചരിത്രം സൃഷ്ടിക്കുകയാണോ കോൺഗ്രസ് ചെയ്യുന്നത്? ഇത്തവണ നിയമസഭ തിരിച്ചു പിടിക്കും എന്നൊരു ലക്ഷ്യം തന്നെയാണോ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്? അല്ല, കോൺഗ്രസ്സിൽ സാധാരണ ഉണ്ടാകുന്നത് പിന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക ഒരു ഭയങ്കര ബാലികേറ മലയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നലെ തന്നെ വി ഡി സതീശനും സണ്ണി ജോസഫും പിന്നെ അടൂർ പ്രകാശ് അടങ്ങുന്ന UDF കൺവീനർ അടങ്ങുന്ന കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഡൽഹിയിലുണ്ട്. അപ്പോൾ സീറ്റ് നിർണയത്തിൽ സതീശൻ എന്നല്ല പറഞ്ഞത് പഴയതുപോലെ അല്ല, അങ്ങനെ ഒരു വലിയ കാത്തിരിപ്പൊന്നും നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാലതാമസം ഉണ്ടാകില്ല, നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമെന്നും. ഇപ്പോൾ കേൾക്കുന്നത് 40 സീറ്റിലേക്ക് ഒറ്റ പേരിൽ, അതായത് മധുസൂദനൻ മിശ്രയുമായിട്ട് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾ പലരും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 40 സീറ്റുകളിലേക്ക്, നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റ പേരിലേക്ക് പോയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ MLA ആയിരിക്കുന്ന ഏതാണ്ട് 25ഓളം പേര് വീണ്ടും മത്സരിക്കുന്നുണ്ട്. അതിൽ പാലക്കാടും പിന്നീട് ഒരു സീറ്റ് കൂടെ, പാലക്കാട് ഉൾപ്പെടെ 2 സീറ്റുകളിലാണ് മത്സരിച്ചവർ. പാലക്കാടാണെന്ന് പറയുന്നില്ല, അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. ഏതായാലും 2 സീറ്റുകളിൽ മുൻപ് ഇപ്പോൾ MLA ആയിരിക്കുന്നവർ വേണ്ട എന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനകത്ത് ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയം ഒറ്റ പേര് 40 നിയോജക മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴേ തന്നെ പല പേരുകളും നമുക്ക് പറയാൻ കഴിയും. കാര്യം തീർച്ചയായും വി ഡി സതീശൻ പറയുന്ന പേരുകളൊക്കെ നമ്മൾ മുൻപാണെങ്കിലും ചർച്ചയിൽ വന്നിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന സിറ്റിംഗ് MLA-മാരൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും അവരും ഈ പറയുന്ന പ്രചരണ വേളയിൽ ശക്തമായി തന്നെ മുന്നോട്ടുണ്ടാകും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പാലക്കാടിന്റെ കാര്യമാണെങ്കിൽ പാലക്കാട് എന്താണ്, പാലക്കാടും പിന്നീട് പെരുമ്പാവൂരും ആണെന്നാണ് തോന്നുന്നത്. പാലക്കാടിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. അതിന്റെ അപ്പുറത്തേക്കും ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന പേരുകളെയൊക്കെ വെട്ടിമാറ്റുകയും നമുക്ക് അത്ര ജനപ്രിയമല്ലാത്ത പേരുകളൊക്കെ കൊണ്ടുവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് CPM ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഈ പറയുന്ന പ്രവർത്തകരെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു രീതി ആയിരിക്കാം ഈ പറയുന്ന ഈ ഒരു വാർത്തയ്ക്ക് പിന്നിൽ തന്നെ. ഇപ്പൊ 40 സീറ്റിലാണെങ്കിലും 50 സീറ്റ്, ഈ സീറ്റ് നിർണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ ആയിട്ടൊക്കെ അല്ലെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒറ്റുമിച്ച് പ്രവർത്തിച്ച് പോകാൻ ഒരു സാഹചര്യം കോൺഗ്രസ് സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എല്ലാ സീറ്റുകളിലാണെങ്കിൽ തന്നെ ഇപ്പൊ പാലക്കാടിന്റെ കുറച്ചു നേരം മുമ്പ് വന്നൊരു വാർത്തയായിരുന്നു രമേശ് പിഷാരടിയെ പരിഗണിക്കുന്നു എന്നുള്ളത്. ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വരുന്നൊരു സാഹചര്യം തന്നെ നമ്മൾ കണ്ടതായിരുന്നു. ആ സമയത്തും ഈ പറയുന്ന സീറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് അടികൾ ഉണ്ടാവുന്നു. അങ്ങനെയായിരുന്നു ഈ പറയുന്ന ഡോക്ടർ സരിൻ ആ പാർട്ടി വിട്ട് പുറത്തേക്ക് വന്ന് CPM-മായി ചേരുന്നതൊക്കെ നമ്മൾ അങ്ങനത്തെ നാടകീയമായ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വശത്തിനും അതേപോലെ തന്നെ എതിർവശമായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്ന സരിനോടൊപ്പം അന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്ന അവർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി നിർത്തുന്നതായിരിക്കും പാലക്കാടിന്റെ ഒരു സേഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പേരാവൂരിൽ KK ശൈലജയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതും ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരു നിർണയം ഉണ്ടായിട്ടില്ല. പേരാവൂർ ശൈലജ മത്സരിക്കുന്നുണ്ടോ എന്ന് പോലും. അതെ, പേരാവൂര് മട്ടന്നൂരാണ് അവരുടെ മണ്ഡലമായിരുന്നത്. അവിടെ നിന്ന് ശൈലജയെ മാറ്റി നേരെ പേരാവൂരുണ്ട്. പേരാവൂര് UDF-നെ സംബന്ധിച്ച് സണ്ണി ജോസഫ് എന്ന് പറയുന്ന അവരുടെ KPCC ഇപ്പോഴത്തെ പ്രസിഡന്റ്, അദ്ദേഹം 2011 മുമ്പ് ഒരു തവണ ഈ പറയുന്ന പോലെ ശൈലജയുടെ കൂടെ തോറ്റിട്ടുണ്ട്. ഒരു തവണയെ തോറ്റിട്ടുള്ളൂ. പിന്നീട് ഇങ്ങോട്ടെല്ലാം ശൈലജയെ ഒരു തവണ തിരികെ അദ്ദേഹം തോപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ ജനസമ്മതിയാണ്, ആന്റി ഇൻകംബൻസി നിൽക്കുന്നുണ്ട്. പേരാവൂര് ജോസഫിനെതിരെ ശൈലജയെ കൊണ്ടുവന്നിട്ടും വലിയ കാര്യമില്ല. മാത്രമല്ല അവിടെ ഈ കുടിയേറ്റ ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലം എന്നാണ് പറയുന്നത് പേരാവൂരൊക്കെ. തീർച്ചയായിട്ടും അവിടെ സണ്ണി ന്യൂനപക്ഷ വോട്ടുകളൊക്കെ സണ്ണി ജോസഫിലേക്കായിരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ബാക്കി ഈ പറയുന്ന സ്റ്റാർ മണ്ഡലങ്ങളിലെല്ലാം ഈ പറയുന്ന കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായി വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ പേര് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. വേറെ പേരുകളൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും മുന്നോട്ട് വരുന്നില്ല.
അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളൊക്കെ നടന്നു പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മിക്കയിടങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ആൾക്കാർക്കൊന്നും സീറ്റ് ഇല്ല എന്നാണ് നമ്മൾ അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാല് ഈ CPM സംബന്ധിച്ച് ഈ സിറ്റിംഗ് MLA-മാരെല്ലാം തന്നെ മത്സരിക്കണം എങ്കിൽ മാത്രമേ അവർക്കൊരു കുറച്ചെങ്കിലും ജയസാധ്യതയുള്ളൂ. കാര്യം ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയും അല്ലാതെ പാർട്ടിയുടെ സമ്മേളനങ്ങളും നടക്കുമ്പോൾ 2 ടേം കഴിഞ്ഞ 2 ടേം വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇവർ ഓരോ ജില്ലയിലും ഓരോ രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 8ഓളം സിറ്റിംഗ് MLA-മാർ മത്സരിക്കാൻ തന്നെ പറയുക. വട്ടിയൂർക്കാവ് പ്രശാന്ത് മത്സരിക്കണമെന്ന് പറയുന്നു, കാട്ടാക്കട IB സതീഷ് മത്സരിക്കണമെന്ന് പറയുന്നു, പിന്നെ മാത്രമല്ല പിന്നെ നെയ്യാറ്റിങ്കര ആൻസലൻ മത്സരിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ ഏതാണ്ട് 8ഓളം പേര് തന്നെ 8ഓളം CPM അല്ല, വട്ടിയൂർക്കാവിലാണ് ശാസ്തമംഗലം വരുന്നത്. ആര്യരാജേന്ദ്രന് സീറ്റ് ഇല്ല. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ശാസ്തമംഗലം ഒക്കെ വരുന്നത്. ഇപ്പൊ ആര്യരാജേന്ദ്രനൊന്നും സീറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് CPM-ന്റെ ജനസമ്മതരായ ചില നേതാക്കളെ വീണ്ടും രംഗത്ത് ഇത്തവണ ഇറക്കുമെന്ന് നമ്മൾ കരുതി. ഇപ്പൊ കണ്ണൂർ ഉണ്ടായിരിക്കുന്നത് മട്ടന്നൂർ എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ലീഡ് നേടി ജയിച്ച ആളാണ് ശൈലജ. എന്നിട്ട് ശൈലജയെ അവിടെ മാറ്റിയിട്ട് സനോജ് എന്ന് പറയുന്ന DYFI-യുടെ ഒരു ഇപ്പോഴത്തെ സെക്രട്ടറി സനോജിനെ നിർത്തുകയാണ്. വസീഫിനെ നിർത്തുന്ന കാര്യത്തിൽ അവർ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. DYFI-യുടെ പ്രസിഡന്റ് വസീഫാണ്, സെക്രട്ടറി സനോജിനെ നിർത്തണമെന്ന് പറയുന്നു. കല്യാശ്ശേരിയിൽ ഇതിനു മുമ്പ് നിർത്തിയിരുന്ന ഒരു DYFI നേതാവിന് ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷം കിട്ടി വന്നതുകൊണ്ട് കല്യാശ്ശേരി കിട്ടിയ അതേ ഭൂരിപക്ഷം ഇവിടെയും കിട്ടും എന്ന് ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് CPM-ന്റെ തീരുമാനമാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ CPM എന്തുകൊണ്ട് അത്തരത്തിൽ സിറ്റിംഗ് MLA-മാർ തന്നെ നിൽക്കണമെന്ന് പിണറായി വിജയൻ പറയാൻ കാര്യം ആന്റി ഇൻകംബൻസി നിൽക്കുമ്പോൾ MLA-മാർ ചെയ്ത മണ്ഡലത്തിലെ പുരോഗമനം കൊണ്ടെങ്കിലും ജയിക്കട്ടെ. ഇപ്പൊ MLA-മാരായിട്ടുള്ളവർ ആ മുഖങ്ങൾ മാറി വേറൊരു മുഖം വന്ന ജനം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കോൺഗ്രസിനെ അതിനകത്തിൽ തന്നെ ഈ പറയുന്ന പ്രശ്നമുള്ള MLA-മാരെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജനപ്രീതി ഇല്ലാത്ത MLA-മാരെ മാറ്റിയിട്ട് അവിടേക്കാണെന്ന് തോന്നുന്നു ഈ പറയുന്ന രീതിയിൽ ഈ സ്റ്റാർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന CPM-ന്റെ മുഖങ്ങളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. CPM-നെ എല്ലാം തന്നെ പഴയ സിറ്റിംഗ് MLA-മാരെ തന്നെ അവർ നിർത്താൻ പോവുക. കാര്യം അങ്ങനെയല്ല സീറ്റ് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. കാര്യം ആന്റി ഇൻകംബൻസിയേക്കാൾ ഉപരി പിണറായി വിരുദ്ധ വികാരവും വളരെയധികം ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് 40 സീറ്റ് എന്ന് പറയുന്ന എണ്ണം പറഞ്ഞു. കാര്യം അവർക്ക് 60 സീറ്റോ എങ്ങാണ്ടാണ് കോൺഗ്രസിനുള്ളത്. ടോട്ടൽ 60-55 സീറ്റാണ്. ബാക്കി ലീഗിന് പോകുന്നുണ്ട്. 20-25 സീറ്റ് ലീഗിന് പോകുന്നുണ്ട്. ബാക്കി ഘടകകക്ഷികൾക്കാണ് പോകുന്നത്. അപ്പൊ കോൺഗ്രസിന് ഇനി 10 സീറ്റ് മാത്രമേ ഉള്ളൂ, 2 പേരുള്ളൂ. ഈ തുടക്കത്തിൽ നമ്മുടെ വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന സമയത്ത് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ് 10 സീറ്റിന്റെ നിർണയം ഞങ്ങളിവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പേരുകളൊന്നും ഞങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല, പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള 10 സീറ്റുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ 10ന്റെ ബാക്കി ഈ പറയുന്ന 40 സീറ്റുകൾ എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ഉള്ള സീറ്റുകളാണ്. അപ്പൊ 40, 10, 50 സീറ്റുകൾ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞ സീറ്റുകളാണ്. ഇനി ബാക്കിയുള്ള സീറ്റുകൾ മാത്രമാണ്. ഇത്തവണ കോൺഗ്രസിന് പൂർണ്ണമായിട്ടും അവരുടേതായിട്ടൊരു 45 സീറ്റെങ്കിലും അവർക്ക് വേണം. കാര്യം കഴിഞ്ഞ തവണ ലീഗും കോൺഗ്രസും തമ്മിൽ വെറും 5 സീറ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു. UDF-ൽ ലീഗിന് ഏതാണ്ട് 20 സീറ്റ് അടുപ്പിച്ച് കിട്ടി. കാര്യം അവരെ സീറ്റുകളെല്ലാം തന്നെ കിട്ടി ലീഗിന്റെ. കോൺഗ്രസിന് പറയുന്ന പോലെ കോഴിക്കോട്, പിന്നെ അതുപോലെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞു. കോട്ടയത്ത് ഈ പറയുന്ന നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കോൺഗ്രസിന് തന്നെ ആയിരിക്കും ഈ സീറ്റിന്റെ എണ്ണം കൂടുതൽ. അതിന്റെ താഴെ ഏറ്റവും കുറഞ്ഞത് 50 സീറ്റുകളിൽ കോൺഗ്രസിന് MLA-മാരും അതിനുശേഷം ലീഗ്, ഘടകകക്ഷികൾ, അങ്ങനെയായിരിക്കും ഈ പറയുന്ന സീറ്റ് വിഭജനം പോകുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുറച്ച് റിസർവേഷൻ മണ്ഡലങ്ങളും ഇതിനകത്തിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയല്ല. അപ്പൊ റിസർവേഷൻ മണ്ഡലങ്ങളിൽ അവിടുത്തെ മുഖങ്ങളായിട്ടുള്ള ആൾക്കാരെ തന്നെ ആയിരിക്കാം കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. നിലവിൽ ഈ CPM-ന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA-മാർ തന്നെ വീണ്ടും മത്സരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ബാക്കി പിന്നീടുള്ള സ്വതന്ത്രരുണ്ടാവാം. അതേപോലെ തന്നെ കോൺഗ്രസ് ഇതുവരെ ഈ 10 സീറ്റില് പിന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനമായില്ല എന്ന് പറയുമ്പോഴും അവിടെ സർപ്രൈസ് സ്ഥാനാർത്ഥികളാണ് അവർ കരുതി വെക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കോഴിക്കോടും പിന്നെ കണ്ണൂരും വയനാടും ഒക്കെ. വയനാട് ചില മണ്ഡലങ്ങളിൽ ലീഗിനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, CPM-ന് വയനാട് സീറ്റ് കോൺഗ്രസിലേക്ക് വന്നല്ലെങ്കിൽ അവർ UDF-ലെ ഘടകകക്ഷിയായിട്ടാണ്
പറയുന്നത്. അവർ ചോദിച്ച സീറ്റ് കൊടുത്തോ ഇല്ലയോ എന്നല്ല കാര്യം. അതുപോലെ ജോസഫ് ഗ്രൂപ്പ് ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റ് വേണം എന്ന് ഘടകകക്ഷികളിൽ അവർ പറയുന്നുണ്ട്. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ജോസ് കെ മാണി വരുന്നില്ലല്ലോ, ജോസ് കെ മാണി UDF വരുന്നില്ലല്ലോ. RSP കൊല്ലത്ത് തർക്കത്തിലാണ്. അസീസ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രേമേന്ദ്രന്റെ മകനെ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഷിബു ബേബി ജോണും RSPക്കകത്ത് വിഷയമുണ്ടെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നത് ഘടകകക്ഷികളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ആക്കിക്കൊണ്ട് ഏറ്റവും ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നത് ചിലപ്പോൾ UDF തന്നെ ആയിരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരായിരിക്കും ഏറ്റവും അടുത്ത്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. സ്ഥാനാർത്ഥികളെ വെച്ച് തന്നെയായിരിക്കും പ്രചരണം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അവിടെയും ഈ പറയുന്ന സംഘകക്ഷി അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ച് ഇന്നും നാളെയും ഒക്കെ മാരത്തോൺ മീറ്റിംഗ് ആണ്. LDF യോഗം ചേരുന്നുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. സുധാകരന് സീറ്റില്ല, സുധാകരന് സീറ്റില്ല, ഐസക്കിന് സീറ്റില്ല, സ്വരാജിന് സീറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജനസമ്മതരായ ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റി. ഇപ്പം PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട് തളിപ്പറമ്പിൽ, ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്, ഗോവിന്ദന്റെ ഭാര്യയ്ക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടും CPMനേക്കാൾ തർക്കം കുറവ് കോൺഗ്രസിനാണ്. കോൺഗ്രസിന്റെ 40 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഒറ്റ പേരിൽ, 40 നിയോജക മണ്ഡലങ്ങൾ ഒറ്റ പേരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് ഏറ്റവും അടുത്ത് തന്നെ പ്രഖ്യാപിക്കും. നമുക്ക് നോക്കാം ഏത് പാർട്ടിയാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അത് കോൺഗ്രസ് ആകാനാണ് സാധ്യത.